ഹെൽത്തി ബൗണ്ടറീസ് റിലേഷൻഷിപ്പിൽ മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു സോഷ്യൽ ലൈഫിലാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും ഒക്കെ വളരെ അത്യാവശ്യം വേണ്ടതാണ്. ഇപ്പോൾ ഹെൽത്തി ബൗണ്ടറീസ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മളെപ്പോഴും പറയുമ്പോൾ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു കപ്പിൾ അല്ലെങ്കിൽ ഒരു ലൈഫ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നവർക്ക് ഒരു ഇൻഡിപെൻഡൻറ്റ് സ്പേസ് ഉണ്ടാവും. എപ്പോഴും എല്ലാം ഒരുമിച്ച് തന്നെ ചെയ്യണമെന്നില്ല. ഒരു വർക്കൗട്ട് ചെയ്യാൻ പോകുമ്പോഴും ഒരുമിച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒരേ ഫ്രണ്ട്സ് തന്നെ ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ ഒരു ട്രാവൽ പോകുമ്പോഴും ഒരുമിച്ച് തന്നെ പോവുക. എപ്പോഴും എല്ലാത്തിലും ഒരുമിച്ച് തന്നെ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ എന്താ വെച്ചാൽ ദേ ഡോണ്ട് ഹാവ് ഡിസ്കസിങ് പോയിൻറ്റ്സ്. ഒരുപാട് സ്റ്റോറീസോ കാര്യങ്ങളോ പറയാൻ കുറവായിരിക്കും. നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴോ നമ്മുടെ സ്കിൽസ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുമ്പോഴോ വേറെ സെറ്റ് ഓഫ് ഫ്രണ്ട്സൊക്കെ ഉണ്ടാകുമ്പോഴോ ഒക്കെ നമുക്ക് തിരിച്ചു വന്ന് ഷെയർ ചെയ്യാൻ ഒരുപാട് സ്റ്റോറീസ് ഉണ്ടാവും, ഒരുപാട് കണ്ടൻസ് ഉണ്ടാവും. അപ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു ലൈവ് അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റൻസ് നല്ല രീതിയിൽ സെൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേ സമയത്ത് തന്നെ ഇല്ല, എൻ്റെ ഫ്രണ്ട്സേ നിനക്ക് പാടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം നീ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടല്ലേ. ഞാൻ പറയുന്ന ജോലിയെ നീ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാലും ഒരു മനുഷ്യൻ്റെ ക്രിയേറ്റീവ് സൗണ്ടകത്ത് ഇടപെടുകയല്ലേ. അപ്പം അങ്ങനെയൊക്കെ വരുന്ന ഫ്രണ്ട്സ് ഉണ്ട്, അങ്ങനെ വരുന്ന റിലേഷൻഷിപ്സുകളുണ്ട്, അങ്ങനെ വരുന്ന സോഷ്യൽ ലൈഫിൽ വരുന്ന ആൾക്കാർ വരെയുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബൗണ്ടറി ഉണ്ടാവണം. അതിന് നമ്മൾ ഇൻഡിവിജ്വൽ തന്നെ റെസ്പോൺസിബിലിറ്റി എടുക്കണം. എന്ത് റിലേഷൻഷിപ്പാണെന്ന് പറഞ്ഞാലും ഒരു ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിലേ നമുക്ക് എന്തും ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും.